ഒരു പ്രത്യേക ഭാവത്തിൽ ഇസ പറയുമ്പോൾ പലരുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതേസമയം ഇസ ഒരു നിമിഷം പോലും പാഴാക്കാതെ നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു. അവരുടെ മുന്നിലെത്തി പോക്കറ്റിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന ആ മിഠായി കവർ അവരുടെ മുഖത്തിന് നേരെ നീട്ടി. മേഡത്തിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ആ ചോദ്യം കേട്ട് മഹാലക്ഷ്മി ഒരു നിമിഷം ആ കടലാസിലേക്ക് നോക്കി. അടുത്ത നിമിഷം അറിയാമെന്ന ഭാവത്തിൽ പതിയെ തലയൊന്നനക്കി. അത് കണ്ടതും മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെ ശ്രദ്ധ ഒരേ നിമിഷം ഇസയിലേക്ക് മഹാലക്ഷ്മിയിലേക്ക് പതിഞ്ഞു. എന്താണ് ഇനി പുറത്തു വരാൻ പോകുന്നതെന്ന ആശങ്ക ഓരോ മുഖത്തും വ്യക്തമായിരുന്നു. എന്നാൽ ആ നിമിഷം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരാളുടെ മുഖത്ത് വന്ന ഭാവമാറ്റം. ആ ചെറിയ മാറ്റം ഇസയും സൂര്യയും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. ഭയം കലർന്ന ആ ഞെട്ടൽ ഇസയുടെ മുഖത്ത് ഒരു കൗശലക്കാരന്റെ ചിരി വിരിയിച്ചു. മാഡത്തിന് ഇതിനെപ്പറ്റി എന്താണ് അറിയുന്നത്? പെട്ടെന്നായിരുന്നു സൂര്യയുടെ ചോദ്യം. ആ ചോദ്യം ഉയർന്നതോടെ എല്ലാവരുടെ ശ്രദ്ധ വീണ്ടും മഹാലക്ഷ്മിയിൽ നിന്ന് നേരെ സൂര്യയിലേക്ക് മാറി. ദേ സൂര്യ, കോളടിക്കാൻ നോക്കരുത്. നിന്റെ സമയം കഴിഞ്ഞു. ഇനി ഇത് എനിക്കുള്ള സമയമാണ്. അതുകൊണ്ട് എനിക്ക് അറിയേണ്ടത് ഞാൻ ചോദിക്കും, പറയേണ്ടത് മാഡം പറയും. ഓക്കെ ആണോ? നീ അവിടെ ഇരുന്ന് കേട്ടാ മതി. ഇസയുടെ വാക്കുകൾ കേട്ട് സൂര്യ ചെറിയൊരു മൂളൽ മാത്രം മറുപടി നൽകി. എന്റെ കർത്താവേ, ഈ കാട്ടുപോത്തിന് എന്തിന്റെ കേടാണോ? ആരെങ്കിലും ചോദിച്ചാൽ എന്താ? കാര്യം അറിഞ്ഞാ പോരെ? വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി ജനിച്ച സാധനം. മനസ്സിൽ പറഞ്ഞുകൊണ്ട് റാഹേൽ ഇസയെ ഒന്ന് തറപ്പിച്ചു നോക്കി. മാഡം പറഞ്ഞില്ല. ഇസ വീണ്ടും ഓർമ്മിപ്പിച്ചു. മഹാലക്ഷ്മി പതിയെ സംസാരിച്ചു തുടങ്ങി. ഇത് മോൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ മുതൽ ഇവ സ്ഥിരമായി വാങ്ങിക്കൊണ്ട് വരാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്ക് വഴക്ക് പറയും, ഇങ്ങനെ കൊച്ചിനെ മിഠായി കാണിച്ച് സ്നേഹിക്കേണ്ട എന്ന് പറയും. പിന്നെ അവൾക്കതൊരു അഡിക്ഷൻ ആയെന്ന് വരെ തോന്നിപ്പോയിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈ കാര്യം പറഞ്ഞ് വിഷയമായിട്ട് ഞാനും പല തവണ ഇവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇതാണ് പോയിന്റ്. ഇസയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. മേധ എങ്ങനെ അഡിക്റ്റ് ആയി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മാഡം ഇപ്പോൾ പറഞ്ഞത്. ആ വാക്കുകൾ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ യാദവ് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇസയുടെ കോളറ് കയറി പിടിച്ചു. യു! അവന്റെ ശബ്ദം ഒരു ഗർജനം പോലെ മുറിയാകെ മുഴങ്ങി. ഇസ ഒട്ടും പതറിയില്ല. ഒന്നുമില്ല യാദവ് വിശ്വനാഥൻ. നീ തന്നെയാണ് ഡ്രഗ്സ് കലർത്തിയ ഈ മിഠായി മേധയ്ക്ക് സ്ഥിരമായി കൊടുത്തത്. അതും പാവം ആ കൊച്ചിന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ചുകൊണ്ട്. നോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. യാദവ് അലറി. നീയൊക്കെ ശരിക്കും ഒരു നല്ല ഏട്ടനാണോ? പോയി ചത്തുകൂടെ നിനക്ക്? ഇസ വീണ്ടും അവനെ പ്രകോപിപ്പിച്ചു കൊണ്ടിരുന്നു. നോ, ഇത് ചതിയാണ് അച്ഛാ. ഇവൻ പറയുന്നതെല്ലാം കള്ളമാണ്. ഹി ഈസ് ലൈങ്. ഞാൻ എന്റെ കുഞ്ഞിനെ, എന്റെ മോൾക്ക് ഡ്രഗ്സ് കൊടുത്തെന്നോ? അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ പോലും സഹിക്കാത്ത ഞാൻ അവളെ ഇങ്ങനെ ചെയ്യുവോ? ഇതൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ഇസഹാക്കെ? കൂടപ്പറപ്പില്ലാത്ത കേടാണ് നിനക്ക്. സ്വന്തമായി ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേദന നിനക്ക് മനസ്സിലാകുമായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് യാദവ് നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ആരാണെന്ന്? ഞാൻ ഇങ്ങനെ ചെയ്യുവോ? അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിർത്തട പുല്ല നിന്റെ ആക്ടിങ്. ഇസയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇത് മേധ വിശ്വനാഥന്റെ ജേണലാണ്. അവൾ അതിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ മിഠായിയുടെ കടലാസാണ്. ഇതുപോലെ ഇനി ഒരുപാടുണ്ട്. വേണമെങ്കിൽ എല്ലാം പരിശോധനയ്ക്ക് വിടാം. അതിൽ ഡ്രഗ്സിന്റെ അംശമുണ്ട് എന്നപ്പോൾ അറിയാലോ. ആ വാക്കുകൾ കേട്ടതും യാദവിന്റെ മുഖത്തെ നിറം മാറി. നെറ്റിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. കൈകൾ പതിയെ വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് ഇസ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ഇനി വെറുതെ താളം പിടിക്കേണ്ട. കഥ ഇങ്ങ് പറയാൻ തുടങ്ങിക്കോ, അല്ലെങ്കിൽ നീ തന്നെ കൂടുതൽ കഷ്ടപ്പെടും. യാദവ് പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇത് ഈ ലോകത്ത് ഞാൻ മാത്രമല്ല വാങ്ങുന്നത് മിസ്റ്റർ ഇസാഖ്. ആ ഒരു ബോധം തനിക്കുണ്ടെങ്കിൽ നല്ലതാണ്. ഒട്ടും വിട്ടുകൊടുക്കാത്ത മറുപടിയായിരുന്നു അത്. ഇത് നീ വാങ്ങിയതാണോ അതോ നിന്റെ അച്ഛൻ വിശ്വനാഥൻ വാങ്ങിയതാണോ എന്നൊക്കെ തെളിയിക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ടെന്ന് മറക്കണ്ട. ഇസയ്ക്ക് പിന്തുണയായി സൂര്യ മുന്നോട്ട് വന്നു. സൂര്യൻ സംസാരിച്ചതോടെ യാദവിന്റെ മുഖത്തെ ആത്മവിശ്വാസം വീണ്ടും ഇടിഞ്ഞു. അതുമാത്രമല്ല യാദവ്, ഇസ വീണ്ടും തുടർന്നു. ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതുന്ന ആളാണ് മേധ വിശ്വനാഥൻ. ആ ഡയറിയിൽ വേറെ ആരെങ്കിലും മിഠായി വാങ്ങിക്കൊടുക്കുന്നതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. സ്ഥിരമായി തന്റെ ഏട്ടൻ തരുന്ന മിഠായിയെ കുറിച്ചാണ് ഓരോ തവണയും അവൾ എഴുതിയിരിക്കുന്നത്. ആ വാക്കുകൾ മുറിയിലാകെ ഒരു തരംഗം സൃഷ്ടിച്ചു. ഓരോരുത്തരുടെ ഹൃദയമെടുപ്പ് ഉയർന്നു. ആ മുറിയിൽ ഇപ്പോൾ മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു. എല്ലാവരുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം ഉയർന്നു. എന്തിനാണ് അവൻ സ്വന്തം അനിയത്തോട് ഇങ്ങനെ ചെയ്തത്? ആ നിശബ്ദത കീറി മുറിച്ച് വീണ്ടും ഇസഹാക്കിന്റെ ശബ്ദം ഉയർന്നു.
യാദവ് വിശ്വനാഥൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? മിഥുനും ശ്രീകാന്തും എന്തിനു നിന്റെ കൂട്ടുപ്രതികളായി? ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരുടെ കണ്ണുകൾ വീണ്ടും യാദവിലേക്ക് തിരിഞ്ഞു. എന്നാൽ ആ നിമിഷം ഏറ്റവും കൂടുതൽ തകർന്നത് വിശ്വനാഥനായിരുന്നു. സ്വന്തം മകനെ ശരിയായ രീതിയിൽ വളർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന കുറ്റബോധം ഓരോ നിമിഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തകർന്നുകൊണ്ടിരുന്നു. കാണാനെ പോലെ വളർത്തിയ മകൾക്ക് ജീവിതത്തിലേക്ക് ഉയരാനുള്ള ചിറകുകൾ അരിഞ്ഞത് സ്വന്തം മകൻ തന്നെയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ നെഞ്ച് കീറുന്ന വേദനയായി മാറി. മഹാലക്ഷ്മിയുടെ അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. സന്തോഷവും വിശ്വാസവും സമാധാനവും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. വിശ്വേട്ട, ലക്ഷ്മിയുടെ ശബ്ദം വിറച്ചതായിരുന്നു. സത്യമേതെന്ന് മിഥ്യേതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ. ഒരു ഭാഗത്ത് സ്വന്തം മകൾ, മറുഭാഗത്ത് സ്വന്തം മകൻ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരെയാണ് തള്ളിക്കളയേണ്ടത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ രണ്ടുപേരും നിശബ്ദരായി നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് കയ്യിൽ കിട്ടിയ ആ കുഞ്ഞു മുഖങ്ങൾ അവരുടെ മനസ്സിലൂടെ ഒന്നിന് പിന്നാലെ ഒന്നായി കടന്നുപോയി. രണ്ട് മക്കളും അവരുടെ ജീവനായിരുന്നു. ഒരാളെ ഉപേക്ഷിച്ചാൽ മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പോലും കഴിയില്ലെന്ന് അവർക്ക് തോന്നി. ആ നിമിഷം വീണ്ടും സൂര്യ എഴുന്നേറ്റു. ഇസഹാക്ക്, ഇവ സത്യം പറയാൻ പോകുന്നില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഇവരെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പറഞ്ഞുകൊണ്ട് കയ്യിൽ ഇടിവള ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എന്റെ IPS കാരൻ സൂര്യ, നീ ഒന്ന് അടങ്ങാൻ നോക്ക്. സൂര്യ മുന്നോട്ട് കയറാൻ തുടങ്ങിയതും ഇസ ചിരിച്ചുകൊണ്ട് അവനെ തടഞ്ഞു. ഇവനൊന്നും വാ തുറക്കില്ലെന്ന് എനിക്കറിയില്ലേ, പക്ഷെ എല്ലാ കുറ്റവാളിക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാകും. അതാണ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഇസ പതിയെ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തേക്കെടുത്തു. ഇസ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ കണ്ണുകൾ അവന്റെ കയ്യിലുള്ള ഫോണിലേക്ക് പതിഞ്ഞു. യാദവും അറിയാതൊന്ന് ഉറ്റുനോക്കി. ഫോണിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് തുറന്ന ശേഷം ഇസ സ്പീക്കർ ഓൺ ചെയ്തു. സർ, മറുവശത്ത് നിഹാന്റെ ശബ്ദമായിരുന്നു. മേധയോട് അവളുടെ ചേട്ട യാദവ് അത്ര സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല. ഉപദ്രവിക്കുന്നതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ടൈം പാസ്. ആദ്യ വാക്ക് കേട്ടതും യാദവിന്റെ മുഖം ഒന്ന് മുറുകി. ഈ പുള്ളിക്കാരെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവധിക്ക് വീട്ടിലേക്ക് വരും. അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് മേധയെ ഉപദ്രവിക്കാറ്. വെറുതെ വഴക്കു പറയും, തല്ലും. അവൾ എന്ത് ചെയ്താലും കുറ്റം അവൾക്കായിരുന്നു. അതിന്റെ കാരണം അവൾക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. എല്ലായ്പ്പോഴും അവൾ പേടിച്ചാണ് ജീവിച്ചിരുന്നത്. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു. വിശ്വനാഥനും മഹാലക്ഷ്മിയും പരസ്പരം മുഖത്തേക്ക് നോക്കി. അവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. ഓഡിയോ തുടർന്നു. എന്നിട്ട് ഇസയുടെ ശബ്ദമായിരുന്നു അടുത്തതായി കേട്ടത്. പക്ഷെ പഠനം കഴിഞ്ഞ് യാദവ് തിരിച്ചു വന്നപ്പോൾ ആളാകെ മാറിയെന്നായിരുന്നു മേധ പറഞ്ഞത്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ദേഷ്യമുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ മാറുമോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ മേധ തന്നെ പറഞ്ഞു, ചേട്ടന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ അതിൽ സന്തോഷിച്ചു. ഓഡിയോ കുറച്ചു നേരം നിശബ്ദമായി. ആ നിശബ്ദത പോലും മുറിയിലുണ്ടായിരുന്നവരുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതായിരുന്നു. വീണ്ടും ഇസയുടെ ശബ്ദം. ഓക്കെ, മേധ എന്തൊക്കെയാണ് പറഞ്ഞത്? നിഹാൻ തുടർന്നു. ചേട്ടൻ അവളോട് സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് കയറി. മേധ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം 4:30 മണിയാകും. കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ 6 മണി. ആ സമയത്ത് ചേട്ടൻ ഓരോ ചോക്ലേറ്റുമായോ മിഠായുമായോ അവളുടെ അടുത്തെത്തും. ഇസ ആ സമയത്ത് യാദവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുകയായിരുന്നു. ഓരോ വാക്കും കേൾക്കുമ്പോഴും അവന്റെ മുഖം കൂടുതൽ വിളറിക്കൊണ്ടിരുന്നു. പിന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പഠനം. ഇടയ്ക്ക് കോളേജിലെ വിശേഷങ്ങളും ആശുപത്രിയിലെ കാര്യങ്ങളും പറഞ്ഞു ചിരിക്കും. അതിനുശേഷം കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കും. ഇതൊക്കെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം. മഹാലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ഓർത്തെടുത്തു, അതെ, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവൾ കണ്ടത് സ്നേഹമുള്ള ഒരേട്ടനെ ആയിരുന്നു. അതിന് പിന്നിൽ ഇത്ര വലിയ ചതി ഒളിഞ്ഞിരുന്നുവെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഓഡിയോ വീണ്ടും തുടർന്നു. അത് മാത്രമല്ല സാർ, യാദവ് വന്നതിന് ശേഷം മേധയുടെ ഹെൽത്തിൽ ഭയങ്കര ശ്രദ്ധയായിരുന്നു. വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞ് എല്ലാ രാത്രിയും അമ്മയെ കൊണ്ട് ഓരോ ഗ്ലാസ് പാല് കുടിപ്പിക്കും. ഇസയുടെ കണ്ണുകളിൽ വീണ്ടും ആ പഴയ കൗശലക്കാരന്റെ ചിരി തെളിഞ്ഞു. ബൂസ്റ്റ് പോലൊന്നുമല്ല സാർ, എന്തോ ഒരു പൊടി അതിൽ കലർത്തുമെന്നാണ് മേധ പറഞ്ഞത്. ഓഡിയോയില് ആ ഒരു വാചകം കേട്ടതും മുറിയിലാകെ വീണ്ടും നിശബ്ദത പടർന്നു. സൂര്യ പതിയെ യാദവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നെറ്റിയിലൂടെ വിയർപ്പൊഴുകുന്നുണ്ടായിരുന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇസ ഒരു വാക്കുപോലും പറയാതെ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഓഡിയോയിൽ വീണ്ടും ഇസയുടെ ശബ്ദം.
എന്താ നിഹാൻ, നിന്റെ മുഖത്ത് ഇനിയും എന്തോ പറയാനുള്ളത് പോലുണ്ടല്ലോ. നിഹാൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. ശേഷം പതിയെ പറഞ്ഞു, സർ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇവളുടെ ഏറ്റ് സ്ട്രേറ്റ് ആയതുകൊണ്ടാണ് രാത്രി സമയത്ത് എനിക്ക് ഫോൺ ചെയ്യാത്തതും മെസ്സേജ് അയക്കാത്തതും എന്നാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം വഴക്കുണ്ടായി. അന്ന് അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ ഓഡിയോ അവിടെ ഒന്ന് നിർത്തി. മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്കായിരുന്നു. ബാക്കി ഞാൻ പറയട്ടെ അതോ നീ പറയാമോ യാദവ്? ഇസയുടെ ചോദ്യം നേരെ യാദവിനോടായിരുന്നു. യാദവ് ഒന്നും മിണ്ടിയില്ല. അവന്റെ ശ്വാസം വേഗത്തിലായി. ഇസ വീണ്ടും പ്ലേ അമർത്തി. സർ, ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ഉറങ്ങിപ്പോകുമെന്ന അവൾ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. പഠിക്കണമെന്നുണ്ടെങ്കിലും കണ്ണു തുറക്കാൻ പോലും പറ്റില്ലെന്ന് അവൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഓടി അവസാനിച്ചു. മുറിയാകെ ഭയപ്പെടുത്തുന്ന നിശബ്ദത. ഇസ പതിയെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ശേഷം യാദവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? യാദവ് മറുപടി പറഞ്ഞില്ല. ഇതുവരെ ഞാൻ പറഞ്ഞത് മിഠായിയെ പറ്റിയായിരുന്നു. ഇപ്പൊ പാല് കൂടി വന്നു. രണ്ടും ഒരേ ആളിലൂടെ, രണ്ടും ഒരേ സമയക്രമത്തിൽ, രണ്ടിനു ശേഷം മേധയുടെ അവസ്ഥ ഒരുപോലെ. ഇതൊന്നും യാദൃശികമല്ല. ഇസയുടെ ഓരോ ചോദ്യങ്ങളും മുറിയിലുണ്ടായിരുന്നവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. സ്നേഹത്തിന്റെ പേര് നീ അവൾക്ക് വിഷം കൊടുത്തു. വിശ്വാസത്തിന്റെ പേര് അവളെ തകർത്തു. ഒരേട്ടന്റെ കൈകളിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ട പെൺകുട്ടിയെ അതേ കൈകൾ തന്നെയാണ് ഇരുട്ടിലേക്ക് തള്ളിയത്. യാദവ് അറിയാതെ പിന്നിലേക്ക് ഒരടി നീങ്ങി. അവന്റെ കാലുകൾ കുറപ്പില്ലായിരുന്നു. സൂര്യ അത് ശ്രദ്ധിച്ചു. ഇനി ഓടാൻ നോക്കണ്ട, അതിനുള്ള അവസരം കഴിഞ്ഞു. സൂര്യയുടെ ശബ്ദം കർശനമായിരുന്നു. ഇസ വീണ്ടും മുന്നോട്ട് വന്നു. ഞാൻ ഇതുവരെ തെളിവുകൾ മാത്രമാണ് പറഞ്ഞത്. ഇനി കാരണം പറയേണ്ടത് നീയാണ്. മേധയെ എന്തിനെ തിരഞ്ഞെടുത്തു? എന്തിനാണ് വർഷങ്ങളോളം ഈ നാടകം കളിച്ചത്? എന്തിനാണ് അവളുടെ ജീവിതം നശിപ്പിച്ചത്? യാദവ് തലകുനിച്ച് നിന്നു. മുറിയിലുണ്ടായിരുന്ന ഓരോരുത്തരും അവന്റെ വായിൽ നിന്ന് വരുന്ന അടുത്ത വാക്കിനായി കാത്തുനിന്നു. കാരണം ആ നിമിഷം എല്ലാവർക്കും മനസ്സിലായിരുന്നു, ഇനി യാദവ് മിണ്ടാതിരുന്നാൽ പോലും സത്യം അവന്റെ മുഖം മുഴുവൻ വിളിച്ചു പറയുമെന്ന്.